ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ഒരു പ്രഭാതം ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആദ്യ സങ്കല്പം പവർഫുള്ളാകുന്ന സമയത്ത് ആ ദിവസം മുഴുവൻ നമുക്ക് പവർഫുള്ളായി തന്നെ അനുഭവം ചെയ്യാൻ സാധിക്കും. കണ്ണ് തുറക്കുന്ന ആ നിമിഷമുണ്ടാകുന്ന ഫസ്റ്റ് തോട്ട് അത് ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന, ഏറ്റവും പ്യുവറായിരിക്കുന്ന ചിന്തയായിരിക്കണം. ബെഡിൽ നിന്ന് കണ്ണ് തുറക്കുന്ന ആദ്യത്തെ 5 നിമിഷം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു നിമിഷമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ റിസെപ്റ്റീവ് മൂഡിലായിരിക്കും. അപ്പോൾ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ ചിത്തത്തിൻ്റെ ഭാഗമാകുകയും നമ്മുടെ സ്വഭാവത്തിനെ നിയന്ത്രിക്കുന്നതിൽ വളരെയധികം സ്വാധീനവും ആ സങ്കല്പധാരയ്ക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ സാധന ചെയ്യുമ്പോൾ ഈ കണ്ണ് തുറക്കുന്ന സമയത്തെ കണ്ണ് തുറന്ന ഉടനെയുള്ള ആദ്യത്തെ 5 മിനിറ്റിൽ ഉണ്ടാകുന്ന തോട്ട്സ് അതിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും ഏറ്റവും ആദ്യത്തെ സങ്കല്പം അത് വളരെ ശക്തിശാലിയായിരിക്കണം. കാരണം നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നൊരു സ്വിച്ചാണ്. എങ്ങനെ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പോൾ ലൈറ്റ് കത്തും, സ്വിച്ച് ഓഫായി കഴിയുമ്പോൾ ലൈറ്റ് ഓഫാകും. അതുപോലെ നമ്മുടെ ഉള്ളിലൊരു ചിന്ത ഉണരുമ്പോൾ ആ ഒരു തോട്ട് അതൊരു സ്വിച്ചാണ്. അത് ഒരു ഊർജ പ്രവാഹത്തിനെ നമ്മളിലേക്ക് ആവാഹിക്കുകയാണ്. അതുകൊണ്ടൊരു ചിന്ത വരുന്നത്, ആദ്യത്തെ ചിന്ത ദ ബെസ്റ്റ് മോസ്റ്റ് പവർഫുൾ തോട്ടായിരിക്കണം. ആ പവർഫുൾ തോട്ടാണ് ഗുഡ് മോർണിംഗ് ടു ഗോഡ്. ഏത് ഈശ്വരനെയാണോ സ്നേഹിക്കുന്നത് ആ ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രഭാതത്തിൽ കണ്ണുകൾ തുറക്കുന്നത്. അങ്ങനെ നിങ്ങൾ തുറക്കുകയാണ് എങ്കിൽ നിങ്ങളിലേക്ക് ആവാഹിക്കപ്പെടുന്ന ആ പ്രപഞ്ചനാഥൻ്റെ ശക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നത്തിനെയും അതിജീവിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കും. അതുകൊണ്ട് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ജീവിതശൈലിയിലും നമ്മളും കണ്ണ് തുറക്കുമ്പോൾ ആദ്യം ഗുഡ് മോർണിംഗ് ടു ഷോ ബാബ, എൻ്റെ ബാബ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രഭാതം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ആ 5 മിനിറ്റ് സമയം നമ്മൾ ബെഡിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈശ്വരനെ നമ്മുടെ വീട്ടിലേക്ക് ആവാഹിക്കും. ഈശ്വരൻ നമ്മുടെ വീട്ടിൽ വന്നതായും ആ ശക്തി കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞതായിട്ടും ഫീൽ ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങൾക്ക് എമർജൻസി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ടോട്ടൽ ഫ്രഷ് ആയതിനു ശേഷം 1 മണിക്കൂർ നീണ്ട പവർഫുള്ളായ മെഡിറ്റേഷൻ ചെയ്യും. ആ 1 മണിക്കൂർ നേരം കണ്ണു തുറന്ന ഉടനെ അത് അതിരാവിലെ സമയം മെഡിറ്റേഷൻ ചെയ്യുന്നതോടുകൂടി ബാക്കിയുള്ള 23 മണിക്കൂറും എന്തു തന്നെ വന്നാലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ യോഗ്യരാകും. പ്രശ്നം എത്രയോ ആയിക്കോട്ടെ നമ്മൾ പ്രസന്നചിത്തരായിക്കൊണ്ട് അതിനെ അതിജീവിക്കും. അതുകൊണ്ട് ആദ്യത്തെ ചിന്ത സ്ട്രോങ് ആക്കുക, പവർഫുള്ളാക്കുക. പക്ഷേ അത് സ്വയമേ പവർഫുള്ളാകില്ല. അതിനുവേണ്ടി നമ്മളൊരു ശ്രദ്ധ വേണം. രാത്രി കിടക്കുന്ന സമയത്ത് എന്ത് ചിന്തയിലാണോ നിങ്ങൾ ഉറങ്ങുന്നത് അതാണ് നമ്മുടെ പ്രഭാതത്തിൽ ആദ്യം ഉണരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ ഉണരുക. അതുകൊണ്ട് പ്രഭാതത്തിലെ ആദ്യ ചിന്ത അത്രയും പവർഫുള്ളാകണമെങ്കിൽ രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി കിടക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ മനസ്സിലെ ഭാരങ്ങളൊക്കെ ഈശ്വരന് ലെറ്ററൊക്കെ എഴുതി ഈശ്വരന് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ആ സ്മൃതിയിൽ ഉറങ്ങണം. ഗുഡ് നൈറ്റ് പറഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ മൊബൈലിൽ നോക്കലോ അല്ലെങ്കിൽ വേറെ സംസാരങ്ങളൊന്നും ചെയ്യരുത്. അങ്ങനെ ഒരു ചെറിയ ശ്രദ്ധ കൊണ്ടുവരുന്നതോടുകൂടി നമ്മുടെ ജീവിതയാത്ര വളരെ സുഗമമായിരിക്കും, ശക്തിശാലിയായിരിക്കും. ഒരു പവർഫുൾ ഡേ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പവർഫുൾ തോട്ട്, ഫസ്റ്റ് തോട്ട് അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കും ആ ഒരു പവർഫുൾ തോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട അറ്റൻഷൻ ചെയ്തുകൊണ്ട് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഫുൾ ഡേ പവർഫുള്ളാക്കാനും എൻജോയ് ചെയ്യാനും സാധിക്കട്ടെ. ഓം ശാന്തി.